സിനിമ കംഫർട്ടാണ്, ഹീലിംഗ് ആണ്. സിനിമയുടെ മാജിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ജെനുവിനായി ഒരുക്കിയ സിനിമ, 99% നാച്ചുറൽ ആയിട്ടുള്ള ഒരുക്കിയ സിനിമാറ്റിക് എക്സ്റ്റസി. ഇത് കവിത എന്നൊക്കെ പറയാൻ കഴിയുന്ന കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈയിങ് വാച്ച്, ഏറ്റവും ഹാങ് ഓവർ തന്ന പടം ട്രെയിൻ ഡ്രീംസ്. ജനിച്ച ദിവസം അറിയാത്ത, തൻ്റെ മാതാപിതാക്കൾ ആരെന്നറിയാത്ത റോബർട്ട് അയാളുടെ 30കളിലാണ് ഗ്ലാഡിസിനെ കണ്ടുമുട്ടുന്നത്. അവർ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, പുഴയ്ക്കരികിൽ വീട് വയ്ക്കുന്നു, ഒരു കുഞ്ഞു മകളുണ്ടാകുന്നു, കെയ്റ്റ്. ആരുമില്ലാതെ ജീവിച്ചിരുന്ന റോബർട്ട് അയാളുടെ ലൈഫിൽ എക്സൈറ്റഡ് ആകുന്നു. ഹാപ്പിലി ഫോർ എവർ പോലെ അവരവിടെ ജീവിക്കുന്നു. മരമുറിയാണ് ബേസിക്കലി റോബർട്ടിൻ്റെ തൊഴിൽ. അത് സീസണിലാണ്. കൂടെ റെയിൽവേ പാളങ്ങൾ പണിയുന്നതും കുറച്ച് കൃഷിയും. കുടുംബത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന മാസങ്ങൾ. ഒരു രീതിയിൽ നോക്കിയാൽ അയാളുടെ ലൈഫ് ഒറ്റയ്ക്ക് തന്നെയാണ്. വളരെ കുറച്ച് ഡയലോഗുകൾ മാത്രം. വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ. 20th സെഞ്ച്വറിയുടെ തുടക്കം, കൺട്രി സൈഡ്, വേറെ വേൾഡിലെത്തിയ പോലെ. ഒരു ചെറിയ കവിതയാണ് ഈ സിനിമ. ടൈം, ലോസ്, ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്ര, എല്ലാ തരത്തിലും ലോക്കാക്കുന്ന സിനിമ. നിങ്ങൾ ഏത് തരത്തിലുള്ള സിനിമകൾ കാണുന്ന പ്രേക്ഷകനും ആകട്ടെ, ഏത് ഭാഷയിലുള്ള സിനിമകൾ കാണുന്നവരാകട്ടെ, ഇനി മലയാള സിനിമകൾ മാത്രം കാണുന്നവരാണെങ്കിലും നിങ്ങൾ ട്രെയിൻ ഡ്രീംസ് കാണണം. ദിസ് ഈസ് മൈ സ്ട്രോങ് റെക്കമെൻഡേഷൻ. നെവർ മിസ് ദിസ്. റോബർട്ട് ഈ ലോകത്തിൻ്റെ ഏതോ ഒരറ്റത്ത് ജീവിതം കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരനാണ്. പക്ഷെ പലപ്പോഴും, അല്ല മിക്കപ്പോഴും, എല്ലാം എതിരാണ് അയാൾക്ക്. അയാളുടെ ഹാപ്പിനെസ്സിനും ആയുസ് കുറവാണ്. അയാൾ വിറ്റ്നസ് ചെയ്യുന്ന ലോകം മാറുന്നുണ്ട്, ടെക്നോളജി മാറുന്നു. ഒരിക്കൽ മുൻനിരയിൽ നിന്നിരുന്ന റോബർട്ട് പുറകിലേക്കാകുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ലൈഫ് മൂവ്സ് ഓൺ. സമയം തന്നെയാണ് സിനിമയുടെ കോർ സബ്ജക്റ്റ്. കൂടെ ഏകാന്തതയും. വളരെ കുറച്ച് അഭിനേതാക്കൾ, അതിഗംഭീര പെർഫോമൻസുകൾ, ഉഗ്രൻ മേക്കിങ്ങും എഴുത്തും വിഷ്വൽസും. പ്രഡിക്റ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല, എങ്കിലും ഇത്തവണ അക്കാദമി അവാർഡ്സിൽ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അഡോൾഫോ വെലോസി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ ഡ്രീംസ് ഉറപ്പായും കാണും.